நமஸ்காரம். இன்றைக்கி ராமாயண மாதம் நடக்கிறது இல்லையா? ராமாயணம் கற்கிட மாதம், ஆடி மாதம் எல்லோரும் ராமனையும் ராமாயணத்தையும் நிறைய வாசிப்பாங்க நிறைய வீடுகளில். அப்போது ராமாയണത്തിലേന്തുള്ളൊരു ஒரு விஷயத்தை அதில் பிராதானியமாக சொல்லியிருக்கிற ஒரு காரியத்தை எனக்கும் இங்கே சொல்கிறதுக்கு உத்தேசிக்கிறேன். வந்துட்டு மகாபாரதம் வந்துட்டு சகோதரங்கள் தம்மிലുള്ള വിഭിന്ന അഭിപ്രായങ്ങളും അധികാരത്തിക്ക് വേണ്ടിയിട്ടുള്ള വടംവലിയും എല്ലാമാക്കും പ്രതിപാദിക്കരുത്. അതേസമയം രാമായണം കാവ്യത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും അനുസരണയും വിട്ടുകൊടുക്കലും ഒരുത്തർക്ക് വേണ്ടിയിട്ട് ഇന്നൊരാൾ നിന്ന് அந்த സ്നേഹത്തെ കാട്ടുന്നത്, സഹോദര സ്നേഹം എത്രത്തോളമാക്കും, എത്ര ബലமான ഒരു വികാരമാക്കും മനുഷ്യന്മാർക്ക് നടുവിൽ എന്നുള്ളതാക്കും രാമായണത്തിൽ എടുത്തു കാട്ടുക. അപ്പോൾ രാമലക്ഷ്മണനോട് സ്നേഹമാനാലും ശരി, ഭരതൻ ശത്രുഘ്നൻ എല്ലാവരും രാമൻ്റെ കാട്ടുക എന്താ ഒരു സഹോദര പാശമും അതോട് ഭക്തിയും എല്ലാമാക്കും അതിൽ പ്രാധാന്യമായിട്ട് ചൊല്ലരുത്. അപ്പോൾ ഇപ്പോൾ രാഖിങ്കര രക്ഷാബന്ധൻകര ഒരു ഇതും വരുത്. അതും സഹോദരന്മാർ കിട്ടിയ സഹോദരികളും സഹോദരന്മാരും തമ്മിലുള്ള ബന്ധങ്ങളെ പ്രധാനമാക്കിയിട്ട് ചൊല്ലുற ഒരു ആഘോഷമായിട്ടാക്കും ഭാരതത്തിൽ ചെയ്തിട്ട് വരാം. അപ്പോൾ அந்த ഒരു ഇതിൽ പശ്ചാത്തലത്തിൽ ഞാൻ രാമായണത്തിലുള്ള സഹോദര സ്നേഹത്തെ പറ്റിയിട്ടാക്കും ചൊല്ലുறேன். രാമനും ലക്ഷ്മണനും എല്ലാവർക്കും தெரியும். രണ്ട് സഹോദരന്മാർ ரொம்ப സ്നേഹമാവും, ഒരുത്തർക്കൊരുത്തർ അത്രയും ഒരു പരസ്പരமாக ഉള്ള அந்த സ്നേഹം മര്യാദை ഇതെല്ലാം വെച്ചിട്ടുള്ളത് കാണുന്നത് എല്ലാവരും ചൊല്ലുക. രാമലക്ഷ്മണന്മാർ മാതിരിയാക്കും എന്ന് ചൊല്ലുക இல்லையா, அந்த மாதிரி. അപ്പോൾ ലക്ഷ്മണൻ വന്നിട്ട് രാമൻ മുഴുവൻ ചൊല്ലറത്തേക്ക് മുടിയാതെ അവനിക്ക് അത്രയ്ക്കും സ്നേഹമാക്കും. അണ്ണാക്ക് വേണ്ടിയിട്ട് എന്നെ വേണ ജീവൻ വേണ വെടിയറത്തേക്ക് തയ്യാർ. അതേമാതിരി ലക്ഷ്മണൻ ചൊല്ലറത്തേക്കുള്ള രാമൻ ഉരുകി പോയിടുക. ലക്ഷ്മണന് കൊന്നുന്ന രാമനാൽ സഹിക്ക മുടിയാതെ. അപ്പോൾ അയോധ്യയിലേന്ത് ലക്ഷ്മണൻ രാമൻ കാട്ടുക്ക് പോകണം ചൊല്ലി പുറപ്പെടുത്ത ലക്ഷ്മണനും സീതയും കൂടെ പുറപ്പെടില്ല. അപ്പോൾ ലക്ഷ്മണ നീ എന്നத்துக்கு கூட வராய், என்னத்தானே காட்டுக்கு போக சொல்லியிருக்கா சொல்லறத லக்ஷ்மணன் சொல்கிறான். ராமா அண்ணா நீங்கள் இல்லாட்டா വെള്ളം ഇല്ലാതെക്ക് ഉള്ള പൂവും മത്സ്യം മീനും പോലെയാക്കും ഞാനും സീതയും. എന്നാൽ പൂവ് കൂടി വെള്ളം കിടക്കാത്ത ഒരു 2 ദിവസം കൂടി அப்படியே നിൽക്കും. ஆனால் இந்த மீனாகப்பட்டது വെള്ളമില്ലാത്ത ഇടത്തില്ല ഒരു നിമിഷം പോലും ജീവനോടെ എടുക്കാതെ തുടിച്ച് ചത്തുപോയിടും. അതുമാതിരിയാക്കും. സീതയ്ക്ക് കൂടി ചിലപ്പോൾ നീങ്ങളില്ലാട്ട പിടിച്ച് നിൽക്കാൻ മുടിയുമായിരിക്കും. ஆனால் என்னால் முடியாது, ஒரு நிமிஷம் போலும் உங்களை பிரிஞ்சு என்னால் நிற்க முடியாது அண்ணா, நான் உங்கள் கூட தான் வருவேன். உங்களோட நிழல் எப்படி உங்களை விட்டு பிரியாதோ அதே மாதிரி தான் நானும் சொன்னேன். அதே மாதிரி രാമനും ലക്ഷ്മണനും ഉള്ള ഇത് പല കാര്യങ്ങളിൽ പല ഇടത്തിൽ നമ്മൾക്ക് அந்த സഹോദര സ്നേഹത്തെ എടുത്ത് കാട്ടലാം. അതേമാതിരി ഭരതനും രാമനില്ലാതെ അയോധ്യയിൽ ഞാൻ രാജാവായിട്ട് നിന്ന് ഞാൻ ഭരിച്ച് കെങ്കേമനായിട്ട് அந்த സിംഹാസനത്തിൽ തലയുയർത്തി പിടിച്ചിട്ട് அந்த കിരീടത്തെയും വെച്ചിട്ട് ഉക്കാരം മാട്ടേന്നിട്ടുള്ള ഇതിൽ അത് രാമനക്ക് അവകാശപ്പെട്ടതാക്കും, എന്നോട് അണ്ണനക്ക് അവകാശപ്പെട്ടതാക്കും. അതിൽ രാമനോട് പാതകത്തെ വെച്ചിട്ട് அந்த അയോധ്യ നഗരത്തുക്കുള്ള കൂടി ഇരുക്കാക്കി അതോട് അതിർത്തിയിൽ നന്ദിഗ്രാമത്തിൽ പോയി அங்கே ஆசிரமம் கட்டிண்டு என்னோட அண்ணா எப்படி காட்டில் வசிக்கிறாளோ ஆசிரமத்தில் பர்ணகுடீரம் கட்டிண்டு அதுபோல் நானும் இங்கே 14 வருஷம் இப்படி தான் இருப்பேன்னு. ஆனால் அண்ணா சொல்லியிருக்கான், அயோத்தியை ശരിക്കും നീതി ന്യായത്തോടെ ഭരിച്ച് അവൾക്ക് ഒരു കുറവും വരുത്താക്കി പാത്തുക്കണമെന്ന്. അത് ഞാൻ ചെയ്യുവേൻ, എന്നോട് കടമയെ ഞാൻ ചെയ്യുവേൻ. പക്ഷെ ഞാൻ വസിക്കരുത്, ഇங்கே தான் வசிப்பேன், இப்படி தான் வசிப்பேன்னு நந்திகிராமத்தில் பர்ணசாலை கட்டிண்டாக்கும் அந்த 14 வருஷமும் இருந்தா. அந்த மாதிரி
அதே சத்ருக்னனும் பரதனுக்கு கூட நின்று அதே சப்போர்ட்டு கொடுத்து அப்படியே நின்னான். ആരുമേ அந்த അണ്ണാവോട് അവകാശത്തെയോ അണ്ണാവോട് സ്ഥാനത്തെയോ ചോദ്യം ചെയ്യാതെക്ക് ഇപ്പടി കൂടപ്പിറപ്പുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് വേറൊരു ഇത് നമ്മൾക്ക് ഉദാഹരണം ചൊല്ല കഴിയാതെ. അത് ഒരമ്മയോട് വയറ്റിൽ പിറന്നാലും വേറെ വേറെ പിറന്നാലും ഒരേ കുടുംബത്തിലെ அப்பா ஒன்று அம்மா ரெண்டு இல்லாட்டா அம்மா ஒன்று அப்பா ரெண்டுன்னு இருந்தாலும் அந்த സ്നേഹംங்கிறதுം വിശ്വാസംங்கிறதுം അത് എത്രത്തോളം വേണംங்கிறது നമ്മൾക്ക് രാമായണത്തിൽ பார்க்கறது ഓരോ കാര്യത്തിലെയും നമ്മൾക്ക് ഓരോ സന്ദർഭത്തിലെയും നമ്മളെ அதை சொல்லி சொல்லி உറപ്പിச்சுட்டே இருப்பான். அந்த காவியத்திலுடனீளம் அந்த சகோதர ஸ்நேகம்ங்கிற இது அப்படி போயிருக்கும். അങ്ങോളം ഇങ്ങോളം അതിൽ പല ഉദാഹരണങ്ങളും കാട്ടണം. അതേമാതിരി സീതയെ ത്യജിച്ചിട്ട് രാമനും എത്രയോ കാലം അയോധ്യയിലെ ജീവനോടെ വാഴ്ന്ന രാമനില്ലാതേക്ക് സീതയെ കാട്ടിൽ அந்த കുഴந்தைகளுக்கு വേണ്ടിയിട്ട് തനിയ ആശ്രമത്തിൽ എത്രയോ കാലം കഴിച്ച് കൂടിന കുഴந்தைகளை വളർത്തിയെടുக்கிறதுக்கு. ஆனால் லக்ஷ்மணன் கடைசியில் விதிவசத்தால் ராமனால் உபேட்சிக்கப்பட்டு நாடு கடத்தப்பட்டு அந்த அயோத்தியா நகரத்தை விட்டுட்டு வெளியில் அந்த அயோத்தியாவை விட்டுட்டு வெளியில் போர்த்தேன். அவனால் அதை தாங்க முடியலை. ராமன் இல்லாதக்கு லக்ஷ்மணன் என்னத்துக்கு எங்கேயாவது போயிட்டு எப்படி ஜீவிக்கணும், எதுக்கு ஜீவிக்கணும், ராமனுக்கு வேண்டிட்டல்லாக்கி எனக்கு என்னத்துக்கு இந்த உசிருன்னுட்டு அப்படியே சரையூ நதியில் இறங்கி ஆத்மத்தியாகம் ஜீவத்தியாகம் பண்ணினதாக்கும் லக்ஷ்மணன். அது கேட்ட மாத்திரம் இல்லை, இந்த விவரம் லக்ஷ்மணன் இப்படி சரையூ நதியில் கയറി ഇറങ്ങി ജീവത്യാഗം பண்ணிண்டாന്നുള്ള அந்த இது இல்லாட்டாலே லக்ஷ்மணனை ത്യജിച്ചതോട് ദുഃഖത്തിൽ ദുഃഖത്തിൽ ലക്ഷ്മണനെ പിരിஞ்ச് ലക്ഷ്മണനെ എൻവായാലേ ഞാൻ നീ இந்த നാടை விட்டு போ, இந்த ஊரை விட்டு போன்னு நாடு கடத்தேண்ட அந்த ஒரு இது வந்ததே, இந்த பாதகம் பண்ணினேனேன்னு ராமன் சங்கடப்பட்டு இருக்கிறதையாக்கும் அவன் சரையோ நதியில் இறங்கி ஜீவத்தியாகம் பண்ணினான்ங்கிற அந்த വിവരം രാമനുക്ക് കിടച്ചതും രാമനും ഇനി ഒരു നിമിഷം പോലും എന്നാലെയും ലക്ഷ്മണനില്ലാത്ത இந்த ഉലകത്തിൽ இருக்க முடியாதுன்னு രാമനും അതേ സരയൂ നദിയിൽ പോയി രാമൻ ഭരതൻ ലക്ഷ്മണൻ എല്ലാവരുമാ ജീവത്യാഗം பண்ணினதாയിട്ടേക്കും രാമായണം കഥ അവസാനിക്കരുത്. അപ്പോൾ സഹോദരന്മാരുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരിക്കലാം, ഇല്ലാട്ട വേറെ പലതരത്തിലുള്ള ഏറ്റതാഴ്വുകൾ ഇരിക്കലാം. ഒരാൾ പെരുസാ ഇരിക്കലാം, ഒരാൾ ചിന്നതാ ഇരിക്കലാം ജീവിതത്തിൽ. എന്നാലും അവൾക്കുള്ള മാനസികമായിട്ട് ഇരിக்கிற அந்த ബന്ധം എന്നേക്കും രാമനോട് സഹോദരങ്ങൾ മാതിരിയും ഇരിக்கிறதுக்கு ഇരിക്കണം എന്നുള്ളതാക്കും அந்த രാമായണം കഥയിൽ കൂടി നമ്മൾക്ക് വാൽമീകിയാനാലും ബാക്കി രാമായണത്തെ പകർത്തി പല തരത്തിൽ രാമായണത്തെ എഴുതി இந்த ലോകത്തിൽ തന്നിരിக்கிற എല്ലാവരും ഉദ്ഘോഷിക്കരുത്. അതാക്കും സഹോദരന്മാരായിട്ട് പരസ്പരം അത്രയും ഒരു മാനസികമായിട്ടുള്ളൊരു ബന്ധം, ഒരു സ്നേഹം, അത് ഉറപ്പിച്ചിട്ടും ഇതായിട്ടും ഇരിക്കണം എന്ന്, ശക്തിയാവും ഇരിക്കണം എന്ന്. ഇന്നേക്ക് ഏറ്റവും കുറഞ്ഞു പോയിരിക്കുന്നത് அந்த ബന്ധങ്ങളാക്കും. പരസ്പരമായിട്ടുള്ള എന്നവോ ശത്രുക്കളെ പോലെയാക്കും തമ്മിൽ എല്ലാവരും ഇരിക്കുക. അപ്പടിയൊന്നും ഇല്ലാതേക്ക് വിധിവശത്താൽ വേർപിരിഞ്ഞു പോന്നാലും നമ്മളോട് മനസ്സിലൊരുക്കിற കൂടപ്പിറപ്പുകൾക്കിട്ടുള്ള സ്നേഹവും ബഹുമാനവും എന്നേക്കും അതേപോലെ നാട്ടിൽ കൂടെ ജനിച്ച് കൂടെ കണ്ട് വളർന്ന് ഇല്ലാട്ട സ്വന്തം നാട്ടിലുള്ള മനുഷ്യന്മാർ, സഹജീവികളായിട്ടുള്ള മനുഷ്യന്മാർ, അവ എന്ത മതമോ എന്ത ജാതിയോ എന്നോ ആകട്ടെ, ആനാലും അവളുടെ ഉള്ള அந்த സ്നേഹബന്ധങ്ങൾ മനസ്സുകൊണ്ട് എല്ലാവരെയും സഹോദരന്മാരാ നനച്ച് അവൾക്കൊരു കഷ്ടം എന്ന് വാർത്ത നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെയും നമ്മളോട് കഴിവിൽ എന്നെ കഴിയുമോ അന്ത കഴിവ് വെച്ചിട്ടുള്ള സഹായവും ചെയ്ത് എല്ലാവരും തമ്മിൽ സ്നേഹമായിരിക്കണം എന്നുള്ളതാക്കും ഇതിൽ കൂടിയിട്ട് ഞാനും എല്ലാവരുടെയും കേട്ടുക്കറേൻ.
எல்லாரும் பரஸ்பரம் ஸ்நேகத்தோட, சகோதரிய ஸ்நேகத்தோடையும் அந்த பகுமானத்தோடையும் இருக்கிறதுக்கு ஈஸ்வரன்ட்ட பிரார்த்திக்கிறேன். நீங்களும் பிரார்த்திங்க. நமஸ்காரம்.